ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒട്ടും എണ്ണ പിടിക്കാതെ നല്ല തട്ടുകടയിലൊക്കെ കിട്ടുന്ന മുട്ട ബജി, അതും ഒന്നും ഫ്രൈ ചെയ്യാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട എടുക്കാം കേട്ടോ. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതാദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചട്നി ഉണ്ടാക്കണം. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക, അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാനൊരു 2 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നെ ചേർക്കാനുള്ളത് പച്ചമുളകാണ്. അത് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കുക. ഞാനിവിടെ 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പീസ് ഉള്ളി, ചെറിയ ഉള്ളി ആയാലും കുഴപ്പമില്ല, നോർമലി നമ്മുടെ വലിയ ഉള്ളി ആണെങ്കിൽ ചെറിയൊരു പീസ് എടുക്കുക, അത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മല്ലിച്ചപ്പാണ്. കുറച്ച് മല്ലിച്ചപ്പ്, ഒരു പിടി മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. പുതിനേൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പുതിന ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ചേർക്കാത്തത് കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമല്ലതുകൊണ്ടാണ്. ഇനി അതിലേക്ക് ഒരു ഹാഫ് ചെറുപുളീൻ്റെ നീരൊഴിച്ച് കൊടുക്കുക, കുരുവിടാതെ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരു തരി വേണം, ഫുള്ളായിട്ട് അരയാൻ പാടില്ല, ജസ്റ്റ് ഒരു ക്രഷ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ ക്രഷായിട്ട് എടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പും പുളിയും നോക്കുക, കുറവാണെങ്കിൽ നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഈ ചട്നി നല്ല ടേസ്റ്റും അതുപോലെ നല്ല മണമൊക്കെയാണ്. ഇനി നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ 5 മുട്ടയെന്ന് പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ ഉമ്മ വന്ന് കൊണ്ടുവന്നിട്ട് കുറച്ച് 2 മുട്ട എക്സ്ട്രാ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ മുട്ടൻ്റെ കാമ്പ്, അതായത് നമ്മുടെ മഞ്ഞക്കുരു അതിൽ നിന്ന് എടുക്കുക, എന്നിട്ട് നമ്മുടെ ചട്നിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ചട്നിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിനെ ഫുള്ളായിട്ട് എല്ലാ കാമ്പും എടുക്കുക. നമ്മളിവിടെ കാമ്പ് എന്നാണ് പറയുക, ചിലയിടത്ത് മഞ്ഞക്കുരു അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ കാമ്പിന് ഫുള്ളായിട്ട് എടുക്കുക, നമ്മൾ ചട്നിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കാമ്പിന് ഫുള്ളായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടോ നോക്കുക. കാരണം നമ്മൾ ചട്നിയിലും നമ്മുടെ കാമ്പിനും ചേർക്കുന്ന സമയത്ത് ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. എരിവ് കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ച് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ ഒന്നും ചേർക്കാനുണ്ടായിട്ടില്ല. ഉപ്പും എരിവും പുളിയും ഒക്കെ കറക്റ്റായിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഇതുപോലെ കുറച്ചായി എടുത്തിട്ട് നമ്മുടെ മുട്ടയിലേക്ക് ഫില്ലിക്ക് നിറച്ച് കൊടുക്കുക. ഇതേപോലെ നിറച്ച് കൊടുക്കുക. വളരെ സിമ്പിളാണ്. നമുക്ക് ഉള്ളി തക്കാളി ഒന്നും ഫ്രൈ ചെയ്യാനില്ല. അതുപോലെ തന്നെ അതിനെങ്ങാട്ടി സൂപ്പറാണ് നമ്മുടെ ഈ മുട്ട ബജി. അപ്പോൾ നിങ്ങൾ നോമ്പിന് പണിയൊക്കെ കുറച്ച് മാത്രമേ എടുക്കാൻ പറ്റൂ എന്നുള്ളവരാണെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഡിപ്പ് ചെയ്യാനുള്ള നമ്മുടെ മാവ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ ചേർക്കുന്നുള്ളത് കടലപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 6-7 സ്പൂണ് നമ്മുടെ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ മുട്ട ബജിയൊക്കെ ചെയ്യുന്ന സമയത്ത് കടലപ്പൊടി ചേർക്കുക. കടലപ്പൊടിയാണ് നമ്മുടെ ഹോട്ടലിൻ്റെ സ്റ്റൈലിൽ കൊണ്ടുവരുന്നത്. മൈദപ്പൊടിയിൽ ചെയ്ത് നോക്കാനേ പാടില്ല, കാരണം ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് നന്നായിട്ട് തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുക കേട്ടോ. ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നല്ല ക്രിസ്പിനെസ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അത്രേ ആവശ്യമുള്ളൂ. പച്ചരിപ്പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂണ്, പത്തലിൻ്റെ പൊടി ആയാലും 1 ടേബിൾ സ്പൂൺ ഇത്ര ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്ര കട്ടി വേണം, എന്നാൽ മാത്രമേ നമ്മുടെ മുട്ട ബജി നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ. അപ്പം ഇതേപോലെ എടുക്കുക. നമ്മുടെ എണ്ണയിൽ ഇതേപോലെ ഓരോന്നും കുറച്ച് ദൂരം ആക്കിയിട്ട് ഇതേപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഒരു സൈഡായതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, നമ്മുടെ മുട്ട ബജി കാണാൻ തന്നെ നല്ല രസമാണ്, അതേപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിപ്പ് ചെയ്യാൻ ചട്നി വേണമെങ്കിൽ ചട്നി കൂട്ടാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സോസ് വേണമെങ്കിൽ സോസ് കൂട്ടാം, അതല്ല ഇതേപോലെ തന്നെ കഴിക്കുകയാണെങ്കിൽ അതും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്ക് പണിയൊക്കെ ഈസി ആക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കും. അപ്പോൾ രണ്ടാമത്തെ സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരാം.
അപ്പോൾ നമ്മൾ മുട്ടപ്പം ചുടുന്ന സമയത്ത് എല്ലാവരും പറയും നമ്മൾ സൗണ്ട് എടുക്കാതെ വേണം ഉണ്ടാക്കാൻ വേണ്ടിയില്ല, പൊട്ടിത്തെറിക്കും എന്നുള്ളത്. അത് ഏകദേശം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ആരോടും അധികം സംസാരിക്കാതിരിക്കുക, സൗണ്ട് കുറച്ചിട്ട് സംസാരിക്കുക. അപ്പോൾ നമ്മുടെ മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ടിഷ്യൂലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ അപ്പം കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എഗ് ബജ്ജി റെഡി ആയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്